മോളെ, അവൻ പറയുന്നത് പോലെ നീ അതിനൊന്നും സമ്മതിക്കരുത്. ഒരു കുഞ്ഞു മാത്രമുള്ള വീടെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ജയില് പോലെയാ. കൂട്ടുകൂടാനും കളിക്കാനും ഓടിച്ചാടി നടക്കാനും തല്ലുകൂടാനും പരസ്പരം ഒരു വിഷമം വരുമ്പോ അതൊന്ന് പങ്കുവെക്കാനും അവർക്കൊരു കൂടുപിറപ്പ് വേണം. കൂട്ടുകാരിക്ക് അനിയൻ ജനിച്ചത് എത്ര സന്തോഷത്തോടെയാ ഗൗരിമോള് പറഞ്ഞെന്ന് കേട്ടില്ലേ? അവൾക്കും ഒരു കുഞ്ഞനിയും വേണമെന്ന് അവള് പറഞ്ഞില്ലേ? ഇനി അതിന് താമസിക്കരുത്. അമ്മേ, അത് പിന്നെ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഗൗരിമോൾക്ക് ഒരു അനിയനോ അനിയത്തിയോ വേണം. ഒരു കുഞ്ഞു വേണോന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ ദൈവം എന്റെ ആ പ്രാർത്ഥന കേട്ടിട്ടില്ല. ഗൗരിമോൾക്ക് ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടായാലും എനിക്കത് എത്ര സന്തോഷാണെന്നറിയോ? ഒരു കുഞ്ഞുകൂടി വരുമ്പോ ഈ വീടിന്റെ അന്തരീക്ഷം ആകെ മാറും. അതിന്റെ കളിയും ചിരിയും കൊഞ്ചലും ഒക്കെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഇനി ഞങ്ങളെ നിരാശപ്പെടുത്തല്ലേ മോളെ. അമ്മ ഇനി ഒന്നും പറയാൻ പോണ്ട. സമൃദ്ധയ്ക്ക് കാര്യമെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഉടനെ ഗൗരിമോൾക്ക് ഒരു അനിയനെയോ അനിയത്തിയോ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലേ സമൃദ്ധ? ഈ അമ്മയുടെ എത്രയോ നാളത്തെ പ്രാർത്ഥനയെ മോളെ, അമ്മയുടെ അപേക്ഷ ഇത്. മരിക്കുന്നതിന് മുൻപ് എന്റെ ഈ ആഗ്രഹം മോള് നടത്തി തരണം. ഈശ്വര, ഇവരെന്തൊക്കെയാ പറയുന്നേ? എന്റെ ഗൗരിമോളെ കൊണ്ട് ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങി പോകുന്ന ദിവസം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക.